ഈ എണ്ണ റിഗുകൾ എങ്ങനെയാണ് ആക്രമണാത്മക തിരമാലകളെ ചെറുക്കുന്നത്? ഇപ്പോൾ ലോകമെമ്പാടും നമുക്ക് ലഭിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും ഒരു പ്രധാന ഭാഗം ഈ എണ്ണ റിഗുകളിൽ നിന്നാണ്. ആക്രമണാത്മകമായ കടൽ തിരമാലകൾ വീശാൻ കഴിയുന്ന സ്ഥലങ്ങളിലും ധാരാളം ജോലിയുള്ള സ്ഥലങ്ങളിലുമാണ് ഇത്തരം എണ്ണ റിഗുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ ദുഷ്കരമായ അന്തരീക്ഷത്തിൽ ഈ എണ്ണ റിഗുകൾ എല്ലാം എങ്ങനെ നേരിടുന്നു? ഉദാഹരണത്തിന്, റഷ്യയുടേതായ ഈ ബെർകുട്ട് ഓയിൽ റിഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാരം, ആ പ്ലാറ്റ്ഫോമിന്റെ മാത്രം ഭാരം ഏകദേശം 2 ലക്ഷം ടണ്ണാണ്. ഇത്രയും ഭാരമുള്ള ഒരു എണ്ണ റിഗ് അവർ എങ്ങനെയാണ് കടലിലേക്ക് കൊണ്ടുപോയി കടൽ തിരമാലകൾ ഉള്ള സ്ഥലത്ത് നിർമ്മിച്ചത്? ആ എണ്ണ റിഗിന്റെ പ്ലാറ്റ്ഫോമിന് പിന്തുണ നൽകാൻ കഴിയുന്ന ഒരു സമയമുണ്ടോ? അവർക്ക് എത്ര ഡിസൈനുകൾ നിർമ്മിക്കണമെന്ന് നമുക്കറിയാമെങ്കിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് മനസ്സിലാകും. ഓരോ എണ്ണ റിഗും അതിന്റെ സ്ഥാനമനുസരിച്ച് ചില വ്യത്യാസങ്ങളോടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഡിസൈനുകൾ ഇപ്പോഴുമുണ്ട്. ആകെ 3 തരങ്ങളുണ്ട്. അവയെ 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ഫിക്സഡ് പ്ലാറ്റ്ഫോമുകൾ, അടുത്തത് സെമി സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോമുകൾ, അടുത്തത് സ്പാർ പ്ലാറ്റ്ഫോമുകൾ. ഏത് കെട്ടിട രൂപത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് താഴെ കമന്റിൽ എഴുതാം.